രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി ചിറകുകൾ മെല്ലെ നീർത്തിതാ ചിരിമണിമാല കോർത്തിതാ നിറയുകയായി മനം സ്വയം. നമ്മൾ കൊടുക്കാൻ പോകുന്ന കുറച്ച് ടാസ്കിനൊക്കെ പക്ക റെഡി ആയിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല കയ്യടിയോട് കൂടെ റോസോനി ചേട്ടനെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യാം. നമ്മുടെ DJ ചേട്ടൻ നല്ലൊരു പാട്ട് വയ്ക്കും. അപ്പൊ നമുക്ക് നല്ല ഉഷാറായിട്ട് കൈയൊക്കെ പൊക്കി അവര് നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി. എല്ലാവരും സെറ്റായോ? സെറ്റായി എല്ലാവരും കൈയടിച്ച്. ഡേവിസ് അങ്കിളുടെയും ഫാമിലിയുടെയും ക്ഷണം സ്വീകരിച്ച് റോസുവിന്റെ മധുരം വെപ്പിന് അവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമയങ്ങളൊക്കെ മാറ്റി വെച്ച് ഇവിടെ എത്തിയതിന് ഹൃദയത്തിൽ നിന്ന് തന്നെ ഒരു നന്ദിയും കൂടി പറയുകയാണ് ഈ അവസരത്തില്. അധികം ലേറ്റ് ആക്കുന്നില്ല. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റോസുവിന്റെ മധുരവെപ്പ് ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് കൈയടിച്ച് റോസുവിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത് ആന്റിനെയും പിന്നെ ഡൈസാറ്റിയും കൊച്ചു ബേബി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട റോസുവിനെയും സെബിനെയും ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. അടുത്തായി ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചടങ്ങിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. റോസുവിന് മധുരം കൊടുക്കുന്നത്. റോസുവിൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അതിനോടൊപ്പം എൻ്റെ അപ്പനും അമ്മയായ ജോണിയും ജെസ്സിയാണ്. അപ്പോൾ അപ്പനും അമ്മയും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക്. ഇവര് 3 വട്ടം റോസുവിന് മധുരം കൊടുക്കട്ടെ എന്ന് ചോദിക്കും. ആദ്യത്തെ 2 വട്ടം നിങ്ങൾ എന്ത് പറയും? ലാസ്റ്റ് നിങ്ങൾ എന്ത് പറയും? അത് പറയണ്ട, ലാസ്റ്റ് പറഞ്ഞാൽ മതി. റോസിന് മധുരം കൊടുക്കട്ടെ, റോസിന് മധുരം കൊടുക്കട്ടെ. ഞങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. ഒത്തൊരുമിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം നീ തന്നെ നൽകണം, നീ തന്നെ നൽകണം. എന്നു ഞങ്ങളെ കാക്കുന്ന ഓരോനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു
കൂതാശിയിലേക്ക് നാളെ റോസ് കിടക്കുകയാണ്. നാളെ അവിടെ തയ്ച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മധുരം തന്ന് മധുരത്തോടെ തുടങ്ങാനായിട്ട് സിംബലൈസ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് മധുരം വെപ്പ് എന്ന് പറയുന്നത്. മധുരം വെപ്പ് പല സ്ഥലത്ത് പല രീതിയിൽ, കോട്ടയം ഏരിയയിൽ എന്താ പറയാ, മഞ്ഞൾ കല്യാണം അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ. പിന്നെ നോർത്ത് ഇന്ത്യക്ക് പോയത് ഹാൽഡി, അങ്ങനെ പല 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 രീതിയിലാണ് ഇപ്പൊ ഇവിടെ അറിയുന്നത്. മഞ്ഞൾ കല്യാണം ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ വന്ന് ഇവരുടെ മേത്ത് പരട്ടുമ്പോൾ അത് പ്രോഗ്രാമിൽ വന്ന എല്ലാവരും അവരെ ബ്ലസ് ചെയ്യുന്ന സിംബലൈസ് ചെയ്യാനാണ് മഞ്ഞൾ കല്യാണം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ എനിക്ക് റോസൂനെ പറ്റി 2 വാക്ക് ഈ അവസരത്തിൽ പറയാണ്ടിരിക്കാൻ എനിക്ക് പറയാണ്ട് പോകാൻ പറ്റില്ല. ഞാൻ റോസുവിന്റെ ഫസ്റ്റ് കസിനാണ്. റോസുവിന്റെ അമ്മയുടെ ചേട്ടന്റെ മകനാണ് ഞാൻ വളരെ ചെറുപ്പം മുതലേ തന്നെ സെബിൻചാണ്ടി ഇരിക്കണോണ്ട് പറയല്ല കേട്ടോ. ഞാൻ റോസുവിനെ അറിയായിരിക്കും മേ ബി. വളരെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന ഒരാളാണ് റോസു. ഞാൻ പല രീതിയിലും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് റോസു. ഒരുപാട് എന്താ പറയാ, ശരിക്കും നല്ല ഡെഡിക്കേഷൻ പെർസിവറൻസ് ഉണ്ടെങ്കിൽ ലൈഫിൽ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരാളാണ് റോസു. ഡൈസായിരുന്നു. എന്താ പറയാ, ചെറിയ ചെറിയ ക്രൈസിസ് ഒക്കെ വരുമ്പോ അത് ഓക്കെ, ഇത് കടന്നു പോകും, ഇതൊക്കെ നമ്മുടെ ലൈഫിലെ പാർട്ടാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നേരിട്ടിട്ടുള്ള 2 പേരാണ് ഡൈസാണ് റോസു. സോ അതിന് റോസുവിന് നല്ല കൈഡി നമുക്ക് കൊടുത്തേ തീരും. എല്ലാ റോസുവിനും നല്ല കൈഡി കൊടുക്കണം. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോസുവിന് നല്ല ഒരു ചേട്ടനെ കിട്ടുന്നത്, സെബിൻ ചേട്ടൻ. അപ്പൊ നമ്മൾ സെബിൻ ചേട്ടനെ പറ്റി ഇങ്ങനെ ചോദിച്ചു പിടിച്ചേക്ക് വന്നപ്പോ റോസുവിന് പോലെ ആള് നല്ല ചെറുപ്പത്തിൽ നല്ല വീടൊക്കെ വെച്ച് ഫാമിലിയുടെ ഒപ്പം നിന്ന് നല്ല ബിസിനസ് ഒക്കെ നടത്തുന്ന നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ. അപ്പൊ റോസുവിന് കഴിയുന്ന സ്ഥിതിക്ക് സെബിൻ ചേട്ടന് അതുപോലെ തന്നെ കഴിയില്ല. അവരും കൊടുത്ത് ഇത് കഴിയുമ്പോ റോസ് എന്നെ പറ്റി 2 വാക്ക് പറയുമ്പോട്ടെ ഇതിന് നന്നായിട്ട്. അപ്പോ ഫാമിലിക്ക് താഴോട്ട് ചെല്ലാം. നമുക്ക് സെബിൻ ചേട്ടനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. ഫസ്റ്റ് തന്നെ സിസിലിയാനിയും ഫാമിലിയും മധുരം കൊടുക്കാനായിട്ട് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യും. ഞങ്ങൾ പണ്ട് ഞാനൊരു +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ റോസുമായിട്ട് ഇങ്ങനെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് റോസ് ഇങ്ങനെ എന്നോട് പറയായിരുന്നു, നമുക്ക് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സെക്ടറിൽ ജോലി കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷ് പത്രം വരുത്തുന്നത് നല്ലതാണെന്ന് എന്നോട് റോസ് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഇംഗ്ലീഷ് പത്രം വരുത്തിയ ഒരാളാണ് ഞാൻ. അത്രത്തോളം റോസിന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളാണ്. പിന്നെ എൻ്റെ കഴിവ് നേരത്തെ കൂട്ടി മനസ്സിലാക്കി അപ്പനത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നിർത്തി. അത് നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഏഴ്സാരനായാണ് ഈ ഒരു ഇതില്. ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഒരു മെമ്മറി. അടുത്തായിട്ട് മേരി ആൻറ്റി മധുരം കൊടുക്കാനായിട്ട് വിളിക്കുന്നു. സെറ്റ് ആവാൻ വേണ്ടി നമ്മള് ചെറിയ 1-2 ചോദ്യങ്ങൾ റോസുവിനോട് ചേട്ടനോട് ചോദിക്കണം. ഞാൻ 1-2 എൻ്റെ കസിൻസിന്റെ പരിപാടിക്കൊക്കെ ഹോസ്റ്റ് ചെയ്തപ്പോൾ
അത്യാവശ്യം വിജയകരമായ ഒരു പരിപാടിയാണ് അത്. അപ്പോൾ അത് ഇവിടെ വിജയിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഒരു 2 കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ കാര്യം, റോസുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? എന്നാലും ഒരു ഇഷ്ടമുള്ളൊരു ഫുഡ് എന്ന് പറഞ്ഞേ. ബിരിയാണി. ഓക്കെ, നല്ല കാര്യം. റോസു ഒരു ദിവസം പെട്ടെന്ന് സെബിജാനോട് പറയാണ്, എനിക്കൊരു ബിരിയാണി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോ സെബിജാൻ പറയുന്നത് കലോറി കൂടുതലാണ് കഴിക്കേണ്ടത്. പക്ഷെ റോസ് പറയണേ എത്ര കലോറി കൂടിയാലും എന്ത് വിഷയം എനിക്ക് ഇപ്പൊ ബിരിയാണി കിട്ടണം. അപ്പൊ സെബിജാൻ പറയും എന്നാ നമുക്ക് സൊമാറ്റോ ഓർഡർ ചെയ്യാം. അപ്പൊ റോസ് പറയണത് അത് പറ്റില്ല, സെബിജാട്ടൻ തന്നെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരണം. അപ്പോ സെബിജാട്ടൻ എങ്ങനെയാണ് റോസുവിന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക, എങ്ങനെയാണ് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് സെബിജാട്ടൻ നമ്മളോട് പറഞ്ഞുതരാമോ? സെബിജാട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്നതിനോട് റോസ് എപ്പോഴോ പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു. ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല, ആകെ ചായ മാത്രം ഉണ്ടാക്കാറിയതുള്ളൂ. എന്നാലും ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെയാണ് ഒരു ബിരിയാണി വെക്കാന്നുള്ള ഒരു എങ്ങനെയെങ്കിലും ഒരു ജസ്റ്റ് പറഞ്ഞോ. ഓക്കെ, അയ്യോ, ഞങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് അതിനോട് താല്പര്യമുള്ളത് എൻ്റെ അനിയനാണ്. ഞാനവിടെ കഴിക്കുക മാത്രമല്ല, അല്ലാതെ ഇതേവരെ ചായ എല്ലാം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്ന് വൈൽഡായിട്ട് ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, ബിരിയാണി നമുക്ക് അനിയനെ കൊണ്ട് ചോദിക്കാം. ഓക്കെ, അനിയനോട് ഇത് കഴിയുമ്പോൾ തന്നെ ചോദിക്കാവേ. സെബിജാനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം വെക്കാണ്ട് ഞാൻ ഇന്ന് പരിപാടി വിടില്ല. ഞാനൊരു ദിവസം ആളെ വീട്ടിലേക്ക് ചെല്ലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കോഴിക്കറിയാണ്. സെബിജാൻ പറയണ അതിനെന്താ അളിയ, കോഴിക്കറി അല്ലേ, ഞാൻ ഉണ്ടാക്കി തരാം. റോസിന് സംസാരിക്കുന്ന പറഞ്ഞിട്ട് അളിയൻ എനിക്ക് വേണ്ടി ഒരു കോഴിക്കറി ഉണ്ടാക്കി തരാമാണ്. റോസ് ബാക്കിന് വേണ്ടി പുഷ് ചെയ്ത് ഹെൽപ്പ് ചെയ്തോ. ഓക്കെ, കോഴി കഴുകി ചിക്കൻ മസാലയൊക്കെ ഇട്ട് വറുത്ത് അത് കഴിഞ്ഞിട്ട് സവാളയൊക്കെ വഴട്ടി ചിക്കൻ മസാലയും കറികളിലിട്ടിട്ട് ഒരുമിച്ചാക്കി. കുഴപ്പമില്ല, എങ്ങനെയാ ഞാൻ ആ വഴിക്ക് പോയിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ആകെ കൂടി അടുക്കള കാണാറേ ഇല്ല. ബാർബിക്യൂ, അയ്യോ അല്ല കുഴിമന്തി. റോസു ഒന്ന് ഗസ് എങ്ങനെ നമ്മൾ കുഴിമന്തി ഉണ്ടാക്കാൻ പോകുന്നത്? അരി കഴുകി വെള്ളത്തിലിടുന്നു, അല്ല മറ്റേ ബസ്മതി റൈസ് കഴുകി വെള്ളത്തിലിടുന്നു, അത് ഊറ്റിയെടുത്ത് നമ്മൾ കുക്കറിൽ വിസിൽ എടുക്കാൻ പോകുന്നു. അതിന്റെ കൂട്ടത്തിൽ മറ്റേ കറുത്ത നാരങ്ങ, അത് മന്തിയിൽ ഇമ്പോർട്ടൻ്റ്. അപ്പൊ കറുത്ത നാരങ്ങ, പിന്നെ വേറെ ഉപ്പ്, ഇതെല്ലാം ഇട്ട് നമ്മളാ ചോറ് വേവിക്കും. അരി, പിന്നെന്താ ചിക്കൻ, ഉപ്പ്, വെള്ളം, ആ കറുത്ത നാരങ്ങ എന്നാ അതിന് പറയാറില്ല, കറുത്ത നാരങ്ങ, പിന്നെ ഇത്രയും മതി. ആ മസാലകൾ വേണം ചിക്കൻ മറ്റേ ഇത് ചെയ്യാൻ വേണ്ടി. അത് കുക്കറിൽ നമുക്ക് ഉണ്ടാക്കാം. കുക്കർ മന്തി മതി. കുക്കർ കത്തിക്കുന്നു, പക്ഷേ ഗ്യാസ് കത്തിക്കുന്നു. കുക്കർ വെച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് അരി ഇടുന്നു, അതിന്റെ കൂട്ടത്തിൽ ഉപ്പിടുന്നു, പിന്നെ കുറച്ച് സ്പൈസസ് ഇടുന്നു. അത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുക്കറിൽ വിസിൽ കൊള്ളാം. ഒരു വിസിലിന് അല്ലെങ്കിൽ 2 വിസിൽ പാകത്തിൽ. അത് കഴിയുമ്പോഴത്തെ അരി വെന്ത് പിന്നെ അപ്പുറത്ത് ചിക്കൻ റെഡിയാക്കണം. എന്തായാലും നല്ലൊരു ഭക്ഷണം കഴിച്ച് ഇറങ്ങാനുള്ളൊരു പ്രതീക്ഷ നഷ്ടമായി. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിരിക്കുക, ഒരു നല്ല ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാന്ന് സെബിജാന്റെ അനിയൻ നമുക്ക് ഇപ്പൊ പറഞ്ഞു തരും. അറിയില്ല, ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല, കഴിച്ച് ശീലമുള്ളൂ. കുറച്ച് പേര് കൂടിയും നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ വിളിക്കാണ്. മധുരം കൊടുക്കാനായിട്ട് കിക്കിലി ആൻറ്റിയുടെ ഫാമിലി അടുത്ത് പെങ്ങന്മാരായ മൂത്ത ആൻറ്റി വലിയ ആൻറ്റിനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. मेरे सोहणिया सुन ले मेरी दिल दियां गल्लां करांगे नाल नाल बैठ के अख नाले अख नू मिला के दिल दियां गल्लां करांगे रोज रोज बैठ के सच्चियां मुहब्बतां निभा के सताए मैनू क्यों दिखाए मैनू क्यों एवें झूठी मूठी रुस के रुसा के दिल दियां गल्लां
അല്ലേ? ജോണാണ് ഇത് റോസിന്റെ വലിയച്ഛൻ്റെ മോനാണ്, അതായത് മൂത്ത അങ്ങനെ. അപ്പൊ അവരുടെ ഫാമിലിനെ മധുരം കൊടുക്കാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു. റോസിന്റെ വലിയച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോസിന് വലിയച്ഛൻ്റെയും ജെസ്സി ആൻ്റിയുടെയും ഒക്കെ ശിക്ഷണത്തിലും പ്രാർത്ഥനയിലൊക്കെ ഭയങ്കരമായിട്ട് വളർന്നൊരു കുട്ടിയാണ് റോസ്. അപ്പൊ ആ ഫാമിലിയെ പ്രത്യേകമായി മധുരം കൊടുക്കാൻ ക്ഷണിക്കുന്നു. റോസുവിനെ വലിയച്ഛനെയും ജെസ്സി ആൻ്റിയെയും ഇനി അരികിൽ നീ മതി വാർമുഖി കണിമലരാമ്യൻ സഖി. രണ്ട് ഫാമിലികൾ വിളിക്കുന്നുണ്ട്. റീനാൻഡിയൻ ഫാമിലി പെട്ടെന്ന് വന്ന് മധുരം കൊടുക്കാൻ. നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം കാൽ താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി ചേലാമബലായി ഇതൾ വിരിച്ചു ചിരിച്ചഴകിൽ വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി വാർമുഖി കണിമലരാമ്യൻ സഖി. നിന്നെ ചുറ്റും കാട്ടായി മേഘക്കൂടെ പിടിച്ച് മോഹപ്പടവുകളേറി നേരത്തെ മധുരം കൊടുക്കാൻ ഒരാള് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. തങ്കമാലി ഫാമിലി ഇപ്പൊ എത്തിയിട്ടുണ്ട്. അപ്പൊ തങ്കമാലി ഫാമിലിയും മധുരം കൊടുക്കാനായിട്ട് സ്റ്റേജിൽ എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുള്ള റോസിന്റെ ചേട്ടൻ. അപ്പോ റോസുവിനെ ബ്ലസ് ചെയ്ത് വിഷ് ചെയ്ത് സംസാരിക്കാനായിട്ട് രണ്ടു വാക്ക് എന്താണ് ഇപ്പോൾ ഡൈസാന്റെ മനസ്സിൽ തോന്നുന്നത്, എന്താണ് റോസിനോട് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. തുടക്കത്തിൽ പറഞ്ഞു തള്ളായിരുന്നില്ല, നമുക്ക് റിയലാണ്. നൈസായിട്ട് വിളിക്കാൻ തോന്നിച്ചത് എനിക്കൊരു ഇങ്ങനെ തോന്നിയത്. അതുകൊണ്ടാണ് ഇത്ര നാളിങ്ങനെ ഉള്ളി കളക്കിയിരുന്ന കാര്യങ്ങളാണ് പൊട്ടിച്ചു വിട്ടത്. എന്തെങ്കിലും റോസ് തിരിച്ചു പറയാനുണ്ടാവില്ലേ? അതുകൂടി നമുക്കൊന്ന് കേൾക്കാലോ. എന്തായാലും നമ്മൾ ഇത്ര പേഷ്യന്റ് ആയിട്ടിരുന്നല്ലേ റോസു? എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ചേട്ടൻ പറഞ്ഞ ലാസ്റ്റ് കാര്യം, അതായത് ചേട്ടൻ പറഞ്ഞില്ലേ ചേട്ടന് ആരെക്കാളും ഏറ്റവും വലുത് ഞാനാണെന്ന്. അതുപോലെ എന്നെ അറിയുന്ന ആരോട് ചോദിച്ചാലും അവർക്കറിയാം എന്റെ ലൈഫില് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ലൈഫിൽ ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് എന്റെ ചേട്ടനാണ്. അതാണ് അത്ര എനിക്ക് പറയാം. La la la, hey hey hey, you are mine. La la la, hey hey hey, say you're mine. दिल की जो बातें हैं, बातें जो दिल की हैं, तब तो ना खोलूं मैं, खोलूं ना लब तो पर आँखों से सब कह दिया, पियू बोले पिया बोले, क्या ये बोले जानू ना, जिया डोले हाले हाले, क्यों ये डोले जानू ना. पियू बोले पिया बोले, क्या ये बोले जानू ना, जिया डोले हौले हौले, क्यों ये डोले जानू ना. ഇനി ഇവര് ഒരുമിച്ചൊക്കെ നിൽക്കുമ്പോൾ ഫാമിലി ഫിനാൻസ് പ്ലാനിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഫാമിലി പ്ലാനിങ് അല്ല, പേടിക്കണ്ട. ഫാമിലി പ്ലാനിങ് നിങ്ങൾ ഡിസ്കസ് ചെയ്തോ. ഇത് ഫാമിലി ഫിനാൻസ് പ്ലാനിങ്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ സ്ഥിരം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയണമല്ലോ എങ്ങനെയായിരിക്കും മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ വിലകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങളുടെ വില ഇവർ ഗസ് ചെയ്യണം. ഓക്കെ, 1 കിലോ പഞ്ചസാരക്ക് കോട്ടയത്ത് ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, എന്നാൽ അത്ര വ്യത്യാസം വരുന്ന എനിക്ക് തോന്നില്ല. 1 കിലോ പഞ്ചസാരക്ക് കോട്ടയത്ത് എന്താ വില? 60 രൂപ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ പഠിക്കാം. എത്ര രൂപ പറഞ്ഞത്? 60 രൂപ. കോട്ടയത്ത് വിലകയറ്റം കുറച്ചൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അത്ര നമ്മളോട് ബാധിച്ചിട്ടില്ല. റോസ് ഒന്ന് ഗസ് ചെയ്യോ? 45. ചേട്ടൻ വേണ്ടി ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇത്തിരിയും പോർഷ് സ്ഥലത്തൊക്കെ പോയി മേടിക്കാന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് 1 കിലോ പഞ്ചസാരക്ക് 45 രൂപ. റോസിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ചെയ്യാറപ്പേ. റോസ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. 1 കിലോ പഞ്ചസാരക്ക് 45 രൂപ. പഞ്ചസാരക്ക് ഇട്ട് ഒരു ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ ഒരു എക്സോ റൗണ്ടിന് എത്ര രൂപയായിരിക്കും? എക്സോ റൗണ്ട് ഒരു ധാരണയില്ല. രണ്ടുപേരും ഡിസ്കസ് ചെയ്തെന്ന് പറ. ഒരു 40 പിടിച്ചാലോ ഒന്ന്? ₹60 രൂപയാണ് ഒരു ഗസ് ചെയ്താണത്. അപ്പോ കോട്ടയംകാരിയായി തുടങ്ങിയ റോസ് ഇത്തിരി പൈസ കൂട്ടി വെച്ചു. ഒരു റൗണ്ടിന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു എക്സോ റൗണ്ടിന് കറക്റ്റ് എത്ര രൂപ വരുന്നുള്ളത്? ഗസ് ചെയ്യുന്നവർക്ക് അടിപൊളി സമ്മാനങ്ങളോട് മേടിച്ചു വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുന്നവർക്ക് ആരാ? പോരാ, ആയിട്ടില്ല, കറക്റ്റ് ആയിട്ടില്ല. 1 കിലോ, ഒരു റൗണ്ട് 1 കിലോ അല്ലാട്ടാ, ഒരു ഇത് എക്സോ റൗണ്ട്. ആരാ? പോരാ 50 പറഞ്ഞു. വിരിച്ചേച്ചി സ്വന്തം ടിക്കറ്റ് പ്രൈസ് ഉണ്ട്. പ്രൈസ് ആവുമ്പോൾ എന്തായാലും കൊടുക്കും. ഒന്ന് തേച്ച് നനച്ച് കുളിക്കണമെങ്കിൽ ഒരു സോപ്പ് മേടിക്കണം. ഒരു ലൈഫ് ബോയ് സോപ്പിന് എത്ര വരുന്നുണ്ട് ഏകദേശം? ലൈഫ് ബോയ് ഉപയോഗിക്കാറില്ല. പോരാ ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യും. ഇവർക്ക് ഒരു രീതിയിൽ കിട്ടുന്നെനിക്ക് തോന്നുന്നില്ല. വളരെ ബോഡി വാഷാണ് യൂസ് ചെയ്യാറ്. ഏത് ബോഡി വാഷ് യൂസ് ചെയ്യാറ്? എം കഫീന് എത്ര രൂപയ്ക്ക് മേടിക്കാറ്? ലൈഫ് ബോയ് ഗസ് ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടോ അവിടെ? ഗൂഗിളിൽ നോക്കുന്നു. കറക്റ്റാണ്. പെട്ടെന്ന് സമയം വേഗം. ഞാൻ നിന്നെ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. ഇനി ആ കുളിച്ച ബാത്റൂം ഒന്ന് കഴുകണമെങ്കിൽ നീല ഹാർപ്പിക്കിന് ഏകദേശം എത്ര വരുന്നുണ്ട്? പെട്ടെന്ന് 40 രൂപ. 75. ഇതില് സേവി ചേട്ടനാണ് ഞെട്ടിച്ചത്. ആർക്കെങ്കിലും കറക്റ്റ് എമൗണ്ട് ഗസ് ചെയ്യാനുണ്ടാവോ? ലൈഫ് ബോയ് 44. കറക്റ്റ്. ആ പറഞ്ഞ ചേച്ചി പോരെ അങ്ങോട്ട് പോന്നോ? ടൈം അധികം ഡിലേ ചെയ്യുന്നില്ല. ഒരു പാക്കറ്റ് ഉപ്പ്. അല്ലല്ല, പ്രിന്റഡ് വേണം. പ്രിന്റഡ് റേറ്റ് അറിയണം. 20 രൂപ. പ്രിന്റഡ് പറയല്ല, മേടിക്കണമല്ല. 20 പറഞ്ഞിട്ടുണ്ട് ഒരാള്. പ്രിന്റഡ് റേറ്റ് പറഞ്ഞാൽ സമ്മാനമുണ്ട്. 22 പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട്. ഇതില് പ്രിന്റഡ് പറഞ്ഞിട്ടുള്ളത് 24. 25 പറഞ്ഞാരാ? കറക്റ്റ് കൊച്ചിട്ടാ.
मशहूर, करना कभी तू मुझे नजरों से दूर। किथे चलिए तू, किथे चलिए तू, किथे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बावरे। के रातां लंबे आ रे, कटे तेरे संगे आ रे। के रातां लंबे आ रे, कटे तेरे संगे आ रे। चम 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 अंबरां दे तारे कहंदे ने सजना, तू ही चन मेरे इस दिल दा मन लवे सजना। तेरे बिना मेरा होवे ना गुजारा, छड़ के ना जावी मैनू तू ही है सहारा। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बावरे। के रातां लंबे आ रे, कटे तेरे संगे आ रे। के रातां लंबे आ रे, कटे तेरे संगे आ रे। मशहूर, करना कभी तू मैनू नजरों से दूर। पीछे चलिए तेरे पीछे चलिए, तेरे पीछे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बावरे। के रातां लंबे आ रे, कटे तेरे संगे आ रे। के रातां लंबे आ रे, कटे तेरे संगे आ रे। तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे। समझ के भी ना समझ मैं सकूं, सवेरों का मेरे तू सूरज लागे। तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया। अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया। తగినట్టుగా నువ్వు బదులు చెబితివే
shot? Did you call? Would it be ever inside?